In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness he called night. And there was evening, and there was morning, the first day. ശാസ്ത്രം അനന്തമായി നീളുന്ന ഒരു സഞ്ചാരപാതയിലാണ്. യാത്ര പുരോഗമിക്കും തോറും കൂടുതൽ കൂടുതൽ സങ്കീർണമായ വഴികൾ ശാസ്ത്രജ്ഞരുടെയും ശാസ്ത്രാന്വേഷികളുടെയും മുന്നിൽ തെളിയുന്നു. 20-ാം നൂറ്റാണ്ട് ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചത് തികച്ചും വിസ്മയനീയമായ ഒട്ടേറെ തിരിച്ചറിവുകളാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദങ്ങളിൽ ഒട്ടേറെ പേർ ചിന്തിച്ചിരുന്നത് ശാസ്ത്രം വളർച്ചയുടെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞു എന്നായിരുന്നെങ്കിൽ, ചില ആധുനിക ശാസ്ത്രജ്ഞരുടെ കടന്നുവരവ് അതുവരെ ഉണ്ടായിരുന്ന ധാരണകളെ മാറ്റിമറിച്ചു. മുൻകാലങ്ങളിൽ ദൈവവിശ്വാസം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും മാത്രമുള്ളതാണെന്നും അറിവും കഴിവും ശാസ്ത്രപരിജ്ഞാനവുമുള്ളവർക്ക് അത് ഭൂഷണമല്ലെന്നും ചിന്തിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നുള്ള പരിവർത്തനം ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ്. തങ്ങൾ തിരിച്ചറിഞ്ഞ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിലെ അദൃശ്യ കരങ്ങളെക്കുറിച്ച് പലരും ബോധവാന്മാരായതോടെ ആധുനിക കാലഘട്ടത്തിൽ ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞരുടെ എണ്ണം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങളിലൂടെയും മറ്റും നാം കേൾക്കുന്നത് പലപ്പോഴും മറിച്ചാണ്. ഒട്ടേറെ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഗവേഷണ വഴികളിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോഴും മറിച്ചുള്ള പ്രചരണങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു. മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ പരക്കുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെയൊക്കെ അടിത്തറ പാകിയ കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ, കോപ്പർനിക്കസ്, ഐൻസ്റ്റൈൻ, ആർതർ എഡിങ്ടൺ, മാക്സ് പ്ലാങ്ക്, നീൽസ് ബോർ, ഇവരൊക്കെ പല രീതിയിൽ ഈശ്വരവിശ്വാസത്തെ കാണുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തവരാ. നമ്മൾ പാരമ്പര്യത്തിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ബൈബിളിൽ കാണുന്നത് പോലെ ഒരു ദൈവദർശനമായിരിക്കില്ല അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടേതായ രീതിയിൽ ഉള്ള ഒരു ഈശ്വര സങ്കല്പം, മതാത്മകത അവർ പുലർത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഈ വിഷയത്തിൽ അഗാധമായ ഗവേഷണം നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഫാദർ ജോബ് കോഴന്തടം. ഇന്നത്തെ എപ്പിസോഡിലെ മുഖ്യ പ്രഭാഷകൻ ഫാദർ ജോബ് ആയിരിക്കും. പ്രൊഫസർ ഫാദർ ജോബ് കോഴന്തടം SJ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന വിഷയത്തിൽ അമേരിക്കയിലെ മെറിലാൻഡിൽ നിന്ന് ഡോക്ടറേറ്റ്, ഫിസിക്സിലും ഫിലോസഫിയിലും തിയോളജിയിലും അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉപരിപഠനം. 1986 മുതൽ പൂനെ ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ പ്രപഞ്ചവിജ്ഞാനീയം, ഫിലോസഫി ഓഫ് സയൻസ്, വിശ്വാസവും ശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപകൻ. ഷിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ. തത്വശാസ്ത്രം, ഫിസിക്സ്, മതശാസ്ത്ര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയൻ്റെ തലവനാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നമ്മൾ മതത്തെയും ശാസ്ത്രത്തെയും പറ്റി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. അന്ന് മിക്ക സയൻറ്റിസ്റ്റും മിക്ക ഫിലോസഫേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത് ദ ബൂം ഓഫ് സയൻസ് ഈസ് ദ ഡൂം ഓഫ് റിലിജൻ. സയൻസിൻ്റെ വളർച്ച മതത്തിൻ്റെ തകർച്ചയാണെന്നായിരുന്നു അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ട് മുതൽ അതിന് വളരെ വളരെ മാറ്റങ്ങൾ വന്നു, പല തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള ഗവേഷണങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ള ഗവേഷണങ്ങളും സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. ഈ ഒരു 2 വർഷം മുമ്പ്
2015 അമേരിക്കയിലെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ഇലെയിൻ എക്ലൻഡ് എന്ന് പറഞ്ഞ ഒരാൾ വളരെ വിശാലമായി വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഇൻ്റർനാഷണലായിട്ട് ഒരു സ്റ്റഡി നടത്തിയായിരുന്നു. സയൻസും റിലീജിയനും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അമേരിക്കയിൽ ടെക്സാസിൽ സ്ഥിതി ചെയ്യുന്ന റൈസ് യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി വിഭാഗം പ്രൊഫസറും ലോകപ്രശസ്ത ഗവേഷകയുമാണ് എലൈൻ ഹോവാർഡ് എക്ലൻഡ്. 2010 പ്രസിദ്ധീകരിക്കപ്പെട്ട മതശാസ്ത്ര ബന്ധത്തെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ ചിന്തകൾ എന്ന ഗ്രന്ഥത്തിൽ അവർ വെളിപ്പെടുത്തുന്നത് ദീർഘകാലം നീണ്ട ഒരു വലിയ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളാണ്. ലോകത്തിലെ ഒരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞർ വ്യക്തമായും ദൈവവിശ്വാസികൾ തന്നെയെന്നും മറ്റൊരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞർ അത്തരമൊരു വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നും അവർ നിരീക്ഷിക്കുന്നു. പ്രൊഫസർ എലൈൻ്റെ കണ്ടെത്തലുകളിൽ മിക്കവയും നാം കണ്ടുവരുന്ന മാധ്യമ പ്രചരണങ്ങൾക്കും പൊതുധാരണകൾക്കും വിരുദ്ധമാണ്. ഇലൈൻ്റെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നു, more than 50% of scientists in India, Italy, Taiwan and Turkey self-identify as religious. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ ടർക്കിയിലും ഇറ്റലിയിലും ഒക്കെ 50% കൂടുതൽ സയൻറ്റിസ്റ്റ് എനിക്ക് ദൈവവിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് 2015 നടന്ന സർവേയുടെ അതാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തെയും ശാസ്ത്രീയ നിരീക്ഷണങ്ങളെയും ഗവേഷണങ്ങളെയും ചേർത്തുവെച്ച് നാം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ടെന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞർ അനവധിയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ചിന്തിച്ച ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. മനുഷ്യനേത്രങ്ങൾക്കും മാനുഷിക ഭാവനകൾക്കും പോലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടേറിയ ചില ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായി ഇടപെടുന്ന ശാസ്ത്രജ്ഞരെയും അവയെ അടുത്തറിയാൻ ശ്രമിക്കുന്ന സകലരെയും സംബന്ധിച്ച് ദൈവമെന്നത് ഒരു നിത്യസത്യം തന്നെയായി എക്കാലവും തുടരുന്നു. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നേരത്തെ ചിന്താഗതിയായിരുന്നല്ലോ മതവും ശാസ്ത്രവും തമ്മിൽ എപ്പോഴും യുദ്ധത്തിലാണെന്നുള്ളത്. പക്ഷേ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റിനോട് അവർ ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നു, ഇന്ത്യയിലെ 27% ആൾക്കാർ സയൻറ്റിസ്റ്റ് പറയുകയാണ് മതവും ശാസ്ത്രവും തമ്മിൽ അവർ തമ്മിൽ ഒന്നിച്ചു പോകാം. അവരൊന്നിച്ചു പോകുന്നത് ശാസ്ത്രത്തിനും നല്ലതാണ്, മതത്തിനും നല്ലതാണ്, നേട്ടമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടൈവാനിലെ 23% ആൾക്കാരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ പണ്ടത്തെ ചിന്താഗതി ദ ബൂം ഓഫ് സയൻസ് ഈസ് ദ ഡൂം ഓഫ് റിലിജൻ എന്നുള്ള വസ്തുത ഇപ്പോൾ മറിച്ചെഴുതേണ്ടതായിട്ട് വരികയാണ്. ഈശ്വര വിശ്വാസികളല്ലാതിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും വിവിധ ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ചില ശാസ്ത്രജ്ഞരുണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ തലവനായിരുന്ന ഫ്രാൻസിസ് കോളിൻസ് അവരിൽ ഒരാളാണ്. ഒരു കോശത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തെ ദൈവവിശ്വാസിയാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു ഉദാഹരണം മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമിടയിൽ തങ്ങൾ തിരിച്ചറിയുന്നവയിലൂടെ ദൈവിക മാഹാത്മ്യം ഗ്രഹിക്കുന്ന അനേകരുണ്ട്. പല സയൻറ്റിസ്റ്റും നേരത്തെ നിരീശ്വരവാദികളായിരുന്നു. അവരുടെ സയൻസ് മുഖേന അവർക്ക് മാറ്റം വന്നിട്ട് അവർ വിശ്വാസികളായി തീർന്നിട്ടുണ്ട്. 2-3 പേരുടെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഫ്രാൻസിസ് കോളിൻസ്. ഹി വാസ് ദി ഡയറക്ടർ ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതായത് ഈ ഹ്യൂമൻ ജീനോമിനെ പറ്റി 2000 മുതൽ വളരെ വ്യക്തമായ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഡയറക്ടറായിരുന്നു ഫ്രാൻസിസ് കോളിൻസ്. ഫ്രാൻസിസ് കോളിൻസ് പുള്ളിക്ക് 20-25 വയസ്സുള്ള സമയത്ത് ഒരു നിരീശ്വരവാദിയായിരുന്നു. അത് കഴിഞ്ഞ് 20 വർഷത്തോളം ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ പുള്ളി ഇടപെട്ടു, പഠിച്ചു. ആ പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെ ഫലമായിട്ട് പുള്ളി ഇപ്പോൾ ഒരു വിശ്വാസിയായി തീർന്നിരിക്കുകയാണ്. പുള്ളിയുടെ ജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. പള്ളിയിൽ പോകും, അതിൽ സംബന്ധിക്കും. അങ്ങനെ ഒരു വിശ്വാസിയായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അലൻ സാൻഡേജ് എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അസ്ട്രോണമർ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് പുള്ളി മരിച്ചുപോയി. അദ്ദേഹവും
തൻ PhD ചെയ്തിരുന്ന കാലത്ത്, അതായത് 20-25 വയസ്സുള്ള സമയത്ത് നിരീശ്വരവാദിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ പ്രപഞ്ചത്തെപ്പറ്റി, അസ്ട്രോണമിയെപ്പറ്റിയും അസ്ട്രോഫിസിക്സിനെ പറ്റിയും വളരെ വിശദമായിട്ട് പഠിച്ചു. അതിൽ പലതരത്തിലുള്ള കൺട്രിബ്യൂഷൻസ് സയൻസ് നടത്തി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു വിശ്വാസിയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും നമുക്ക് നെറ്റിൽ കിട്ടും, അതുപോലെ തന്നെ പുസ്തകങ്ങളിലും കിട്ടുന്നതാണ്. 1-2 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. കൂടാതെ ഇവിടെ ആൻ്റണി ഫ്ലൂ എന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഒരു വളരെ പ്രസിദ്ധനായ ഒരു ഫിലോസഫർ ഓഫ് സയൻസ് എന്നിങ്ങനെ വേണേൽ പറയാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്, നിരീശ്വരത്തെ സ്ഥാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് ഒരു സ്റ്റാൻഡേർഡ് വ്യൂ ആയിട്ട് ലോകം മുഴുവനും സ്വീകരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 10 വർഷം മുമ്പ് അദ്ദേഹം ഒരു വിശ്വാസിയായിത്തീർന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ വിശ്വാസിയായത് എനിക്ക് പ്രായമായതുകൊണ്ടോ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടോ, എൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, വേറെവർ ട്രൂത്ത് ലീഡ്സ് മീ ഐ വിൽ ഗോ. ദാറ്റ് ഈസ് മൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. എവിടെയാണോ സത്യമുള്ളത് അവിടെ ഞാൻ പോകും. അങ്ങനെ ആ ചിന്താഗതിയോടുകൂടി അദ്ദേഹം പഠിക്കുകയും ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രീയപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു വിശ്വാസിയായിത്തീർന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആരംഭം കുറിച്ച ആധുനിക ശാസ്ത്രത്തിൻ്റെ തേരോട്ടം വളരെ വ്യക്തമായും ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്രധാന ശാസ്ത്രജ്ഞരിൽ കൂടിയ പങ്കും ദൈവവിശ്വാസികളും ആത്മീയ വീക്ഷണങ്ങളോട് കൂടിയവരുമായിരുന്നു. കത്തോലിക്ക പുരോഹിതന്മാരായിരുന്ന ശാസ്ത്രജ്ഞരും അനേകരുണ്ട്. ശരിയായ ആത്മീയ ബോധ്യങ്ങളും ദൈവവിശ്വാസവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ മുഴുകിയ അവരിൽ അനേകരുടെ ജീവിതം മാതൃകാപരമായിരുന്നു. തങ്ങളുടെ കണ്ടെത്തലുകൾ ഒരിക്കലും അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തിരുന്നില്ല. അത്തരം പല കാരണങ്ങളാലും ഇക്കാലത്തെ ശാസ്ത്രീയ നിരീക്ഷകരിൽ ചിലർ ശാസ്ത്രീയ നേട്ടങ്ങൾക്ക് പിന്നിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അടിവരയിട്ട് പറയുന്നു. 1543 തുടങ്ങിയ സയൻസ്, കോപ്പർണിക്കസിൻ്റെ സമയത്ത് തുടങ്ങിയ സയൻസിനെയാണ് നമ്മൾ മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസിൻ്റെ സ്ഥാപകരായിട്ട് ഒരു 52 സയൻറ്റിസ്റ്റ്മാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 52 സയൻറ്റിസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലുണ്ടായിരുന്നായിരിക്കാം, പക്ഷേ 52 സയൻറ്റിസ്റ്റിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഇതൊക്കെയാണ്: കൊപ്പർണിക്കസ്, ഗലീലിയോ, കെപ്ലർ, ഡെക്കാർട്ട്, ന്യൂട്ടൺ, ഇതുപോലുള്ളവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വളരെ വളരെ പ്രസിദ്ധമായിട്ടാണ് പറയുന്നത്. അങ്ങനെ 52 പേരുണ്ട്. ഈ 52 പേരിൽ 50 പേരുകളും വിശ്വാസികളായിരുന്നു. അതുപോലെ തന്നെ ഈ 52 പേരിൽ 26 പേര് കത്തോലിക്കരായിരുന്നു. കത്തോലിക്ക മതത്തിൽ വിശ്വസിക്കുന്നവരുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മോഡേൺ സയൻസ് സ്റ്റാർട്ട് ചെയ്തത്. അതല്ലാതെ മോഡേൺ സയൻസ് മോഡേൺ സയൻസ് റിലിജനോടൊരു ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ളൊരു സംരംഭമല്ലായിരുന്നു. മറിച്ച് റിലിജൻ്റെ ഒരു ദാനമായിട്ടാണ് പല എക്സ്പേർട്സും പറയുന്നത്. അതുപോലെ ആൽഫ്രഡ് നോട്ട് വൈറ്റ്ഹെഡ് എന്ന് പറഞ്ഞൊരു വളരെ വളരെ പ്രസിദ്ധനായ മാത്തമാറ്റീഷ്യനും ഫിലോസഫറും തിങ്കറും ഉണ്ട്, ബ്രിട്ടീഷ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ സ്ഥാപകൻ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ സ്ഥാപകൻ. അത്ര വലിയ വിദഗ്ധനായിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, ദി മോഡേൺ സയൻസ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതുപോലെ തന്നെ പോൾ ഡേവിസിനെ പറ്റി ഞാൻ പരാമർശിച്ചു. പോൾ ഡേവിസും ഏകദേശം ഇതുപോലെ തന്നെ പറയുന്നു. മോഡേൺ സയൻസ് നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ, നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മോഡേൺ സയൻസ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, ഇതൊരു അല്പം കോൺട്രവേഴ്ഷ്യലായിരിക്കാം, പക്ഷേ അതിൽ വളരെ വളരെ പരമാർത്ഥങ്ങളുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ശില്പികളിൽ മുൻനിരയിൽ നിൽക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാരെ നാം ഇവിടെ കണ്ടുമുട്ടുന്നു. ഇന്നോളം എത്തി നിൽക്കുന്ന വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പിന്നിലുണ്ടായിരുന്ന അവരുടെ വ്യക്തിജീവിതങ്ങൾ അടുത്തറിയുമ്പോൾ അവർ തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു എന്ന് വ്യക്തമാണ്. അവരിൽ ഓരോരുത്തരുടെയും ഗവേഷണങ്ങളിൽ ദൈവം എന്ന മഹാശക്തിക്ക് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. നിക്കോളാസ് കോപ്പർനിക്കസ് 1473 പോളണ്ടിൽ ജനിച്ച നിക്കോളാസ് കോപ്പർനിക്കസ്
ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. ഗണിതശാസ്ത്രജ്ഞൻ, തത്വജ്ഞാനി, വാനശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ അദ്ദേഹം ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം നേടി. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ വിപ്ലവകരമായിരുന്നു. 18 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അരിസ്റ്റോട്ടിൽ പറഞ്ഞുവെച്ച പ്രപഞ്ചവിജ്ഞാനീയത്തെ തിരുത്തി എഴുതിയത് കോപ്പർനിക്കസ് ആണ്. Copernicus was a canon in a diocese in Germany. അദ്ദേഹത്തിൻ്റെ അങ്കിള് ഒരു ബിഷപ്പായിരുന്നു. അപ്പോൾ ആ ബിഷപ്പ് പുള്ളിക്ക് ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ വളരെയധികം കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു കാനനായിട്ട് സെലക്ട് ചെയ്തു. രൂപതയുടെ കീഴിൽ സയൻറ്റിഫിക് ജോലി ചെയ്യുന്നതിനായിട്ട് ചെയ്തു. അങ്ങനെ ഒരു കാനനായിരുന്നു. അതായത് സഭയുടെ ഒരു വക്താവ്, സഭയുടെ ഒരു മെമ്പർ, ഒഫീഷ്യൽ മെമ്പർ എന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹമാണ് ഈ മോഡേൺ സയൻസ് സ്റ്റാർട്ട് ചെയ്തത്. ജോഹാനസ് കെപ്ലർ. 1571 ജർമ്മനിയിൽ ജനിച്ച കെപ്ലർ ആധുനിക വാനശാസ്ത്രത്തിൻ്റെ പിതാവായി ഗണിക്കപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ച ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ ആരംഭകനായിരുന്നു കെപ്ലർ. ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിന് അടിത്തറ പാകിയ ഗ്രഹചലന നിയമങ്ങളുടെ ഉപജ്ഞാതാവ് അദ്ദേഹമായിരുന്നു. ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന അടിസ്ഥാന വിശ്വാസത്തിൽ ഊന്നിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ. യോഹന്നസ് കെപ്ലർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമയം ജീവിതകാലം 1571 മുതൽ 1630 വരെ ആയിരുന്നു. കെപ്ലറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പറയുന്നത് ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ അസ്ട്രോണമി. അസ്ട്രോണമിക്ക് എന്തേരം പുരോഗമനം വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഫൗണ്ടിങ് ഫാദറാണ് കെപ്ലർ. കെപ്ലറിൻ്റെ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, 3 ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ അസ്ട്രോണമി. അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഒരു ലൂത്തറൻ മിനിസ്റ്റർ ആകാനായിട്ട് ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ, ജർമ്മനിയിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2ാമത്തെ വർഷം, തിയോളജിയുടെ 2ാമത്തെ വർഷം അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റം വന്നു. അതായത് സയൻസ് പഠിപ്പിക്കാനായിട്ട് ഒരാളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ അതിൽ പോയി പുള്ളി സയൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി. അദ്ദേഹം പറയുന്നുണ്ട്, പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ആരാധനാ പീഠമാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞരെ അവിടെ ബലിയർപ്പിക്കുന്ന പുരോഹിതരായിട്ടുമാണ് അദ്ദേഹം കാണുക. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: ദ സയൻറ്റിസ്റ്റ് ആർ ദ പ്രീസ്റ്റ് ഓഫ് ദി ഓൾമൈറ്റി ഇൻ ദ ഓൾട്ടർ ഓഫ് ദ നേച്ചർ എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ഒരു ആരാധനയായിട്ടാണ് അദ്ദേഹം കാണുക. അതുകൊണ്ട് റിസർച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഡോറേഷനാണ്. ഇന്നും കാലികമായിട്ട് നമ്മൾ നോക്കുമ്പോഴും എല്ലാ ഗവേഷണങ്ങളും ഇപ്രകാരം സമർപ്പിതമായിട്ടുള്ളൊരു ആരാധനയായിരിക്കണം എന്ന് ഉള്ളൊരു വലിയ വായനയും ഈ കെപ്ലർ നമുക്ക് സംഭാവന ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഐസക് ന്യൂട്ടൺ. 1643 ഇംഗ്ലണ്ടിൽ ജനിച്ച ഐസക് ന്യൂട്ടൺ ഗണിതശാസ്ത്രജ്ഞൻ, വാനശാസ്ത്രജ്ഞൻ, ഭൗമശാസ്ത്രജ്ഞൻ തുടങ്ങിയ നിലകളിൽ ചരിത്രത്തിൽ നിർണായക സ്ഥാനം നേടിയ വ്യക്തിയാണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നു. 1687 പ്രസിദ്ധീകരിച്ച ആ ഗ്രന്ഥത്തിൽ ഭൂഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ തുടങ്ങിയവയെ വിശദീകരിക്കുന്നു. പ്രകാശത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ, പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. എന്നോടിപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, ഫാദർ ജോബ്, ഹൂ ആർ ദ 2 ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് എവർ ലിവ്ഡ് ഓൺ ദിസ് പ്ലാനറ്റ് എർത്ത്? എന്നോടങ്ങ് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രയാസം കൂടാതെ ഞാൻ പറയും, ഐസക് ന്യൂട്ടണും ആൽബർട്ട് ഐൻസ്റ്റൈനുമാണ് നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഏറ്റവും സമർത്ഥമാരുമായിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ന്യൂട്ടൺ ഒരു യുണീക്ക് സയൻറ്റിസ്റ്റാണ്. വെറും സയൻറ്റിസ്റ്റ് അല്ല, ഒരു യുണീക്ക് സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഈ ന്യൂട്ടൺ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു. മിക്കവരും ചിലർക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു. ന്യൂട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അത് സയൻറ്റിസ്റ്റ്
മിക്ക സയൻറ്റിസ്റ്റും അത് സയൻസിൻ്റെ ഒരു ബൈബിളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ന്യൂട്ടൺ പറയുകയാണ്, ഞാൻ ഈ പുസ്തകം എഴുതുകയും ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം ഇത് വായിക്കുന്നവർ, അതായത് ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ദൈവവിശ്വാസത്തിൽ ദൃഢത കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ന്യൂട്ടൺ ആ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂട്ടൺ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ഡിസ്കവറീസ് എല്ലാം തന്നെ, പ്രത്യേകിച്ചും കോസ്മോളജിയിലുള്ള ന്യൂട്ടൻ്റെ ഡിസ്കവറീസ് ദൈവത്തിൻ്റെ അസ്തിത്വം സ്ഥാപിക്കുന്നതിനായിട്ട് ഒരു സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ടാണ് ന്യൂട്ടൺ കണ്ടിരുന്നത്. അങ്ങനെയാണ് ന്യൂട്ടൺ അത് അവതരിപ്പിച്ചിരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇങ്ങനെ ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വളരെ പ്രസിദ്ധമാണ്. അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൈബ്നിസും അതുപോലെ തന്നെ ബെർക്കലിയൊക്കെ അതിനെതിരായിട്ട് പറഞ്ഞാൽ അതിനെ പരാമർശിച്ചുകൊണ്ട്, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ന്യൂട്ടനോട് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും ന്യൂട്ടൻ അവസാനം ആൻസർ ഇല്ലായിരുന്നു. അപ്പോൾ ന്യൂട്ടൻ പറഞ്ഞു, എനിക്കിതിൻ്റെ ആൻസർ ഇല്ല, പക്ഷേ ഗോഡാണ് ഇതിങ്ങനെ ചെയ്തത്. ഉദാഹരണത്തിന് ന്യൂട്ടനോട് ചോദിച്ചു, ഈ ഗ്രാവിറ്റേഷൻ്റെ ലോ ഉണ്ടല്ലോ, ഈ ലോയുടെ കോസ് എന്താണ്? ഹൂ ഈസ് ദ കോസ് ഓഫ് ഗ്രാവിറ്റേഷൻ? കാരണം കോസ് അറിയാതെ നമ്മൾ ഗ്രാവിറ്റേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ന്യൂട്ടൻ അനേക വർഷം അതിനെപ്പറ്റി ചിന്തിച്ചു, അതിനെപ്പറ്റി പലതരത്തിലുള്ള ഗവേഷണം നടത്തി, യാതൊരു മറുപടിയും കിട്ടിയില്ല. അവസാനം ന്യൂട്ടൻ പറഞ്ഞു, എൻ്റെ അറിവിലും എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ ചിന്താഗതിയിലും ദൈവമാണ് ഇതിൻ്റെ കോസ് എന്ന്. ആൽബർട്ട് ഐൻസ്റ്റൈൻ 1879 ജർമ്മനിയിൽ ജനിച്ച ഐൻസ്റ്റൈൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ആപേക്ഷികതാ സിദ്ധാന്തം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്രജ്ഞനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഐൻസ്റ്റൈനാണ്. 1916 അദ്ദേഹം അവതരിപ്പിച്ച സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. 1921 നോബൽ സമ്മാനത്തിന് അർഹനായിത്തീർന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംബന്ധിച്ച കണ്ടെത്തലുകളും പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സയൻറ്റിസ്റ്റിൽ ഒരാളാണ് ഐൻസ്റ്റൈൻ എന്നുള്ളത്. ഐൻസ്റ്റൈൻ്റെ ഡിസ്കവറിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. റിലേറ്റിവിറ്റിയാണ്, സ്പെഷ്യൽ തിയറി റിലേറ്റിവിറ്റി ആൻഡ് ജനറൽ തിയറി റിലേറ്റിവിറ്റി. 1905-ലും 1915-ലുമാണ് ഈ രണ്ട് തിയറീസും ഐൻസ്റ്റൈൻ സ്ഥാപിച്ചത്. നമ്മുടെ സയൻസിന് സംഭാവന ചെയ്തത്. അതുപോലെ തന്നെ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, E=mc². വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇക്വേഷനാണ്. ലോകത്തിൽ വിപ്ലവം ഉണ്ടാക്കിയ, സയൻറ്റിഫിക് ലോകത്ത് മാത്രമല്ല ലോകമൊട്ടാകെ വിപ്ലവം ഉണ്ടാക്കിയ ഒരു ഇക്വേഷനാണത്, E=mc². കാരണം നമുക്കറിയാവുന്നതുപോലെ അറ്റോമിക് ബോംബ്സ്, അറ്റോമിക് റിയാക്ടേഴ്സ്, ഇതെല്ലാം ഈ ഇക്വേഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. അത്ര വളരെ മഹാനായ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഐൻസ്റ്റൈൻ. നമ്മൾ പറ്റി വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും, ഐൻസ്റ്റൈനും ഒരു തരത്തിലുള്ള ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഐൻസ്റ്റൈൻ്റെ വിശ്വാസം ദൈവത്തിലായിരുന്നു, പക്ഷേ ഐൻസ്റ്റൈൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഐൻസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഇൻ്റലിജൻസ് ആയിരുന്നു ദൈവം ഒരു പേഴ്സണൽ ഗോഡ് ആയിട്ട് കണക്കാക്കാൻ എനിക്ക് പറ്റത്തില്ല, അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഐൻസ്റ്റൈൻ പ്രസ്താവിച്ചു. അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസിയായിരുന്നു, പക്ഷേ പേഴ്സണൽ ഗോഡിൽ പുള്ളി വിശ്വസിച്ചിരുന്നില്ല. ഐൻസ്റ്റൈനെ പോലെ പ്രതിഭാധനരായ ചില ശാസ്ത്രജ്ഞരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് എല്ലാത്തിനും മീതെ ഉയർന്നു നിൽക്കുന്ന അനന്തമായ ശക്തിയും ബുദ്ധികേന്ദ്രവുമാണ് ദൈവം. ആയുഷ്കാലം മുഴുവൻ ഗവേഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും മുഴുകി പ്രപഞ്ചസത്യങ്ങളുടെ ആഴങ്ങളിലേക്കിറങ്ങിയ അവരുടെ തിരിച്ചറിവുകളിൽ നിന്ന് രൂപം കൊണ്ട ദൈവസങ്കല്പമാണ് അത്. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും യാദൃച്ഛികമായി ഇപ്രകാരമായി തീർന്നുവെന്നും
ഈ പ്രപഞ്ച നിയമങ്ങളെല്ലാം തനിയെ രൂപപ്പെട്ടുവെന്നും സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല. ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തിയായ ഒരു ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുമോ? വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. വ്യക്തിയായ ദൈവത്തിലുള്ള വിശ്വാസം അതൊരു വെളിപാടിൻ്റെ മേഖലയാണെന്ന് നമുക്കറിയാം. ശാസ്ത്രം പരമാവധി പ്രപഞ്ചത്തിനൊരു ക്രമമുണ്ടെന്നും ആ പ്രപഞ്ചം ഒരു പ്രജ്ഞയാണ്, അതിപ്രജ്ഞയാണ്, അതിബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക ക്രമം മാത്രമായിരുന്നേക്കാം. അത് ഒരിക്കലും ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമാകുന്നുവെന്ന് ശാസ്ത്രം പറയാൻ ഇടവരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞരുടെ വിശ്വാസം, ദൈവസങ്കല്പം പലപ്പോഴും ഒരു തത്വത്തിൽ, ഒരു ശക്തി വിശേഷത്തിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ ഇതിന് അപവാദമായിട്ടുള്ള ചില ശാസ്ത്രകാരന്മാരുമുണ്ട്. പ്രത്യേകിച്ച് ആർതർ എഡിങ്ടൺ എന്ന വിഖ്യാത ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം വ്യക്തിയായ ഒരു ശക്തിയായിരിക്കണമെന്ന് കരുതുന്ന ഒരാളാണ്. ആർതർ എഡിങ്ടൺ. ഐൻസ്റ്റൈൻ്റെ സമകാലികനായിരുന്ന ആർതർ എഡിങ്ടൺ ആധുനിക ശാസ്ത്ര ചരിത്രത്തിൽ നിർണായക സ്ഥാനം നേടിയ ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമാണ്. നക്ഷത്രങ്ങളിൽ സംഭവിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനെക്കുറിച്ച് 1920 അദ്ദേഹം പ്രവചനാത്മകമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഐൻസ്റ്റൈൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം ഏറെ പഠനങ്ങൾ നടത്തുകയും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കിടയിൽ ഐൻസ്റ്റൈൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. മനുഷ്യന് മാത്രമല്ല പ്രപഞ്ചത്തിന് വരെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആർതർ എഡിങ്ടൺ. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ജ്യോതിശാസ്ത്രജ്ഞനും സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനുമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പുതിയ ഒരു ആധ്യാത്മിക ദർശനം തന്നെ നാന്ദി കുറിച്ചൊരു വ്യക്തിയാണ്. മറ്റ് ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പേഴ്സണൽ ഗോഡിൽ, ഒരു വ്യക്തിപരമായ ദൈവത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ശാസ്ത്രത്തെ ഇത്രയും പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ശാസ്ത്രവും ഒരു യാഥാർത്ഥ്യമാണ്. ശാസ്ത്രത്തെ ഇത്രയും പർവ്വതീകരിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രവും മതവും ഉപയോഗിക്കുന്ന വീക്ഷണകോണുകൾ വ്യത്യസ്തമായിരിക്കാം. ശാസ്ത്രവും മതവും ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്. അതിൻ്റെ പേരിൽ ശാസ്ത്രത്തിൽ ദൈവമില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ ദൈവത്തെ തിരിച്ചറിയുന്ന അനേകരുണ്ട്. അവർക്ക് ലഭിക്കുന്ന ബോധ്യങ്ങൾ വളരെ ഉറച്ചതാണ്. ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ഈ പ്രപഞ്ച രഹസ്യങ്ങൾ അല്പാൽപമായി മനുഷ്യന് മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വിശാലമായി ആത്മീയ ചിന്തകളെയും സമീപിക്കേണ്ടതുണ്ടെന്ന് അനവധി ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ ഒരിക്കലും സംഘർഷത്തിൻ്റേതോ ദ്വൈതത്തിൻ്റേതോ ആയ ഒരു സമീപനം ആവശ്യമില്ല. പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാരെല്ലാം തങ്ങളുടെ അർദ്ധ അന്വേഷണത്തിൽ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒരുപോലെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അത് വളരെ ശരിയായേ പറ്റുള്ളൂ എന്ന് തോന്നുകയാണ്. കാരണം ഒരേ മനുഷ്യൻ്റെ ഒരേ ജ്ഞാനതൃഷ്ണ തന്നെയാണ് നമ്മൾ വിശ്വാസ മേഖലയിലും ശാസ്ത്ര മേഖലയിലും ഉപയോഗിക്കുന്നത്. ശാസ്ത്രം സത്യത്തിൻ്റെ പാത, വിശ്വാസവും സത്യത്തിൻ്റെ പാത. എങ്കിൽ സത്യവും തമ്മിൽ എങ്ങനെയാണ് ഒരു ദ്വൈതം ആവുക? അവ പരസ്പര വിരുദ്ധങ്ങളാവുകയില്ല. ഒരേ മനുഷ്യൻ്റെ തന്നെ ജ്ഞാനതൃഷ്ണയുടെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങളായതുകൊണ്ട് ശാസ്ത്രവും മതവും ഒരുപോലെ തന്നെ സത്യത്തെ പരിപോഷിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ മുഖ്യ സന്ദേശം. ശാസ്ത്രവും ദൈവവിശ്വാസവും വ്യത്യസ്ത ധ്രുവങ്ങളിലാണെന്നും അവ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ കഴിയില്ലെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിലേറെയുണ്ട്. അവരിൽ ചിലർ തെറ്റിദ്ധാരണകൾ കൊണ്ടും മറ്റു ചിലർ ചില സ്ഥാപിത താൽപ്പര്യങ്ങളോടെയും അത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. എന്നാൽ ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ആഴങ്ങൾ കണ്ട അനേകരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ശാസ്ത്രവും വിശ്വാസവും ഒരുമിച്ച് നീങ്ങേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അവർ ചിന്തിക്കുന്നു. അത്തരത്തിൽ മുന്നേറുന്ന അനേകം പ്രഗത്ഭരുടെ മാതൃകകൾ ഈ ലോകത്തിന് തന്നെ പ്രചോദനം പകരുന്നു. എങ്ങനെ മർത്യതയെ അതിജീവിക്കാം, എങ്ങനെ ആയുസ് പരമാവധി നീട്ടിയെടുക്കാം,
എന്നതിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ഒരു മുഖ്യധാര ഗവേഷണം നടക്കുന്നത്. ജീൻ മോഡിഫിക്കേഷൻ വഴിയായിട്ട് ഭാഗികമായിട്ട് ഇതൊക്കെ സാധിച്ചേക്കാം എന്നുള്ള അംബീഷൻസ്, സ്വപ്നങ്ങളാണ് ശാസ്ത്രം ഇവിടെയൊക്കെ താലോലിക്കുന്നത്. ഇപ്രകാരം CRISPR-Cas9 ടെക്നിക് ഇന്ന് ശാസ്ത്ര ലോകത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. എന്നാൽ അതിൻ്റെ മറുഭാഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 100% ഇതിന് സക്സസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുവശം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓഫ് ടാർഗറ്റ് മ്യൂട്ടേഷൻസ് അഥവാ അൺപ്ലാൻഡ് മ്യൂട്ടേഷൻസ്, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ജീൻ എഡിറ്റിംഗ് നടക്കുകയും പലപ്പോഴും ഹ്യൂമൻ എംബ്രിയോസ് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കും ഇത് മാറുന്നുണ്ട്. മദറിൻ്റെ ഓമ്പിൽ ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് സെൽ, സ്പേമും എഗ്ഗും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് സെല്ലിന് പ്രപഞ്ചത്തിൽ ഒരു വിസ്മയാവഹമായ പൊട്ടൻഷ്യലാണുള്ളത്.